രാപ്പകലില്ലാതെ ഉറക്കമൊഴിച്ച് പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒരു വലിയ സ്വപ്നമാണ് ഒരു നല്ല ജോലി അല്ലെങ്കിൽ മികച്ചൊരു ഉപരിപഠനം. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന വാർത്തകളാണ് കുറച്ചു നാളുകളായി ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച, CUET, CBSE പരീക്ഷകളിലെ ക്രമക്കേടുകൾ, ഇതൊക്കെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ തന്നെ തകർത്തിരിക്കുകയാണ്. അർഹതപ്പെട്ടവർ തടയപ്പെടുകയും പണവും സ്വാധീനമുള്ളവർ പിൻവാതിലൂടെ കടന്നു വരികയും ചെയ്യുന്ന ഒരവസ്ഥ. ഈ അനീതിക്കെതിരെ ശക്തമായൊരു ജനകീയ പോരാട്ടം ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് രൂപം കൊള്ളുകയാണ്. ഈ പോരാട്ടത്തിലേക്ക് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പരിഷ്കർത്താക്കൾ ഒരാളായ സോനം വാങ്ചുക് കൂടി കടന്നു വരുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത. എന്താണ് സോനം വാങ്ചുക് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? കൃത്യമായൊരു അന്ത്യശാസനമാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. ജൂൺ 5-നകം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ജൂൺ 6-ന് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന കൂറ്റൻ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ താൻ പങ്കുചേരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. കാര്യങ്ങൾ ഇത്രത്തോളം വഷളായ സ്ഥിതിക്ക് ഒരു ഉത്തരവാദിത്തമുള്ള മന്ത്രി എന്ന നിലയിൽ ആത്മാഭിമാനമുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം എന്നാണ് വാങ്ചുക് തുറന്നടിച്ചത്. കാരണം ഇതൊരു ചെറിയ വിഷയമല്ല. ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ ജീവിതവും ഇന്ത്യയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. സോനം വാങ്ചുക് എന്ന പേര് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. 3 ഇഡിയറ്റ്സ് എന്ന സിനിമയിലെ നായക കഥാപാത്രത്തിന് പ്രചോദനമായ ലഡാക്കിന്റെ പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടിയും അവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടിയും പതിറ്റാണ്ടുകളായി പോരാടുന്ന യഥാർത്ഥ പോരാളി. അദ്ദേഹം ഈ സമരത്തിൽ പങ്കുചേരുന്നത് കേവലം നീറ്റ് പരീക്ഷാ വിവാദത്തിന്റെ മാത്രം പേരിലല്ല, അതൊരു വലിയ പ്രശ്നത്തിന് ചെറിയൊരു ഭാഗം മാത്രമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. വാങ്ചുക്കിന്റെ വാക്കുകൾ നമ്മൾ ഗൗരവത്തോടെ കേൾക്കണം. അദ്ദേഹത്തിന്റെ ഈ തീരുമാനം ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെയും വിദൂര പ്രദേശങ്ങളിലെയും സർക്കാർ സ്കൂളുകളുടെ ദയനീയമായ അവസ്ഥയെ മുൻനിർത്തി കൂടിയാണ്. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് സർക്കാർ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വരുത്താതെ ഈ ലക്ഷ്യം എങ്ങനെ കൈവരിക്കാനാകും എന്നാണ് വാങ്ചുക് ചോദിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അടിത്തറ അവിടുത്തെ വിദ്യാഭ്യാസമാണ്. അവിടെ അഴിമതിയും ക്രമക്കേടുകളും കടന്നുകൂടിയാൽ ഒരു തലമുറയെ തന്നെ അത് നശിപ്പിക്കുന്നത്. ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നമ്മളല്ലെങ്കിൽ പിന്നെ ആര്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? അതെ, ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ചരിത്രം നമ്മളോട് പൊറുക്കില്ല. ഇനി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ആരാണെന്ന് നോക്കാം. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന പേരിൽ ഒരു യുവജന കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അഭിജിത് ദീപ്കെ എന്ന യുവാവാണ് ഇതിന്റെ സ്ഥാപകൻ. വളരെ വ്യത്യസ്തമായ പേരാണ് ഈ സംഘടനയെങ്കിലും ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്: പരീക്ഷാ നടത്തിപ്പിലെ അഴിമതികൾക്കെതിരെയും വിദ്യാഭ്യാസ മേഖലയിലെ കെടുകാര്യസ്ഥയ്ക്കെതിരെയും ശബ്ദമുയർത്തുക. തുടക്കത്തിൽ സോനം വാങ്ചുകിന് ഈ കൂട്ടായ്മയെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ഈ സമരത്തിന് പിന്നിൽ വലിയ ബാഹ്യശക്തികളും ഇടപെടലുകൾ ഉണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. എന്നാൽ അഭിജിത് ദീപ്കയുമായി നേരിട്ട് സംസാരിച്ച ശേഷം ഇതൊരു തികച്ചും യുവജനങ്ങളുടെ മാത്രം കൂട്ടായ്മയാണെന്ന് വാങ്ചുക് ഉറപ്പുവരുത്തി. ഇവർക്ക് യാതൊരുവിധ ദുരുദ്ദേശങ്ങളില്ലെന്നും അവർ തികഞ്ഞ രാജ്യസ്നേഹികളാണെന്നും വാങ്ചുക് പറയുന്നു. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാർ വലിയൊരു ത്യാഗമാണ് ചെയ്യുന്നത്. സോനം വാങ്ചുകിനെ പോലെ ദേശീയതലത്തിൽ സ്വാധീനമുള്ള അഴിമതിക്കെതിരെ സന്ധിയില്ല സമരം ചെയ്യുന്ന ഒരാൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് CJP പ്രവർത്തകർക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. ഈ പ്രഖ്യാപനത്തോടെ ഈ സമരം ദേശീയതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കേവലം കുറച്ച് വിദ്യാർത്ഥികളുടെ മാത്രം സമരമായി ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ വിഷയത്തിന് ഇപ്പോൾ വലിയൊരു ജനകീയ മുഖം ലഭിച്ചിരിക്കുന്നു. രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കളും രക്ഷിതാക്കളും ആക്ടിവിസ്റ്റുകളും ജൂൺ 6-ന് ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജൂൺ 5 അടുത്തെത്തിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ അതോ കേന്ദ്ര സർക്കാർ ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമോ? വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വലിയ പോരാട്ടത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.